ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? ദീനല്ല അവർക്ക് വലുത് ഹബീബേ, ദീനല്ല വലുത്. അതുകൊണ്ട് പരിശുദ്ധ ദീനിനെ കളവാക്കി പൈസ ഉണ്ടാക്കുന്നവൻ, പരിശുദ്ധ ദീനിനെയും ഹദീസുകളെയും ഉലമാക്കളെയും പണ്ഡിതനെയും പ്രവാചകനെയും ഒക്കെ സോഷ്യൽ മീഡിയയിലിട്ട് നാണം കെടുത്തിയിട്ട് പണം ഉണ്ടാക്കുന്നവൻ നല്ല രീതിയിൽ ചത്തുപോകൂല കേട്ടോ, ചത്തുപോകൂല, പുഴുക്കും. അതാ പറഞ്ഞത് ഖുർആന്റെ ആയത്തായത്. എത്ര സംഭവം ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയാം, ഞാൻ കണ്ട സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്തിനാ പറയുന്നതൊക്കെ? ആലിമീങ്ങൾ ഇതെടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ. ഈ ഹദീസുകൾ ആരുടേതാ? നബിതങ്ങളുടെ റിസാലത്തിന്റെ നബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞതാണ്. ഉലമാക്കൾ ഇത് പറയുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഉലമാക്കളെ കുറ്റം പറയണ്ട, നമ്മൾ വലിയ തികഞ്ഞൂരൊന്നുമല്ല. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടെ കേട്ടോ. യഅതി അലന്നാസി സമാൻ, ഒരു കാലം എൻ്റെ സമൂഹത്തിൻ്റെ മേൽ സംജാതമാകും. ലാ യുത്തബഉ ഫീഹി അൽ ആലിമു, അന്ന് ആലിമീങ്ങൾ പറയുന്ന വാക്കുകൾ ഈ സമുദായം കേൾക്കില്ല കേട്ടോ. വലാ യുസ്തഹിയാ ഫീഹി മിനൽ ഹലീം, ഉലമാക്കളെ ബഹുമാനിക്കുന്ന ആണും പെണ്ണും അന്നുണ്ടാവില്ല കേട്ടോ. ശരിയല്ലേ? ശരിയാണോ? നിങ്ങളിപ്പോൾ വർണ്ണിക്കാവി ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ചോദിക്കാൻ പറ്റുന്നില്ല. ഇവിടെ അടുത്തായിരുന്നെങ്കിൽ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ ചോദിച്ചതിന് ശരിയായിരുന്നു. ഇങ്ങനൊന്നും വാതിനൊക്കെ അടുപ്പിച്ചിരുത്തണം. സ്റ്റേജിനോട് ഉസ്താദിനോട് അടുത്തിരിക്കുമ്പോഴേ നമ്മുടെ കൽബും സാമ്യങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാവുള്ളൂ. നിങ്ങളൊക്കെ 7 വർഷമൊക്കെ പരിപാടി നടത്തിയ സംഘാടകരല്ലേ, ഇവരോടൊക്കെ എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ പറ്റുമോ? ഉണ്ടോ, ഈ ഹയാത്തോടെ ഉണ്ടോ, മൗത്തിലാണോ, ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ബഹറിനപ്പുറത്താണ്. അല്ല, ഹന്തക്ക് യുദ്ധം കേട്ടില്ല. ഹന്തക്ക് ഇത് എന്താ? ഹന്തക്ക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു കുഴി, ഇങ്ങോട്ടാരും വരാതിരിക്കാൻ. അതാണ് ഇപ്പം ഇവിടെ സംഭവിച്ചത്. ഈ നഗറിന് നമുക്ക് ഹന്തക്ക് നഗറെന്ന് പേരിടാം. അങ്ങനെ ഇടയ്ക്കൊരു ഹന്തക്കുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഈ സ്റ്റേജ് അവിടെ ആയിരുന്നെങ്കിൽ തൊട്ടടുത്ത ആളുകൾ നമ്മുടെ അടുത്ത് കിട്ടും. അവരുടെ മുഖത്ത് നോക്കിയിട്ട് അവരുടെ പ്രതികരണം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങിയാലും ആരും അറിയുന്നില്ല, ബീഡി വലിച്ചാലും ആരും അറിയില്ല, ചാറ്റിയാലും ആരും അറിയില്ല, മെല്ലെ ഫോണെടുത്ത് ചെവി വെച്ചുകൊണ്ട് പാഞ്ഞാലും ആരും അറിയില്ല. ഇത് മുന്നിൽ ഇരിക്കുമ്പോൾ ഉറങ്ങാൻ ഞാൻ സമ്മതിക്കൂല, ഫോൺ വിളിക്കാൻ സമ്മതിക്കൂല, മെസ്സേജ് വിടാൻ സമ്മതിക്കൂല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും, ഞാൻ ഈ പറയുന്നത് ചോദിച്ചുകൊണ്ടിരിക്കും, ശരിയോ. അപ്പോൾ അവർ പറയും ശരിയാണെന്ന്. ഇപ്പം ആരുടെ അടുത്ത് ചോദിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ വന്നതിൻ്റെ വേണ്ടി അങ്ങ് പറയാം. കുടുംബജീവിതം വെച്ചിരിക്കുക, കുടുംബമൊക്കെ കേട്ട് എന്ത് ചെയ്യാൻ? വേറെ ജോലിയൊന്നുമില്ലേ? കുടുംബജീവിതത്തെക്കാൾ ഈ പറയുന്നല്ലേ നല്ലത്. കുടുംബജീവിതം വെച്ചിട്ട് അവന്മാർ വേറെ ആളെ കൊണ്ട് വിളിപ്പിച്ച് പറഞ്ഞു ഉസ്താദിൻ്റെ അടുത്ത് ഇച്ചിരി കടുപ്പം കുറച്ച് പറയണത്. എന്തിനാ പിന്നെ ഇത്ര ത്യാഗം? എനിക്ക് കടുപ്പം കുറച്ചുള്ള പരിപാടി എനിക്കറിയില്ല. എനിക്ക് ഉള്ളത് ഓണം പോലെ പറയുക ആ സിസ്റ്റക്കാരൻ അബൂബക്കർ. അത് എവിടെ ആയാലും ശരി, ഈ കടുപ്പം കുറച്ച് പരിപാടിയോ അല്ല. ഹദീസല്ലേ, ഹദീസ് പിന്നെ അങ്ങനെ കടുപ്പം കുറച്ച് പറയുന്നേ? ഹദീസ് കടുപ്പം കുറച്ച് പറയാൻ പറ്റൂലല്ലോ. ഹദീസിനകത്തുള്ളതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, എനിക്ക് വേറെ മാറ്റി വെച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് നടക്കൂല. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് പ്രസംഗിക്കുന്നത് പഠിച്ച പണ്ഡിതന്മാരാണെന്ന് ഹദീസ് ഞാൻ പറഞ്ഞു. അതാ കേട്ടോളി. ഇദാ റകന ഉലമാഉകും ഇലാ ഉലാതികും ഫഅഹല്ലൗ ലഹും അൽ ഹറാമാ വഹറമു അലൈഹിം അൽ ഹലാലാ ഫഅഫ്തൗഹും ബിമാ യശ്തഹൂൻ. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രസംഗിക്കാനും വഅദ് പറയാനും അവരിഷ്ടപ്പെടുന്നത് പോലെ ഫത്വ കൊടുക്കാനും ഹലാലിനെ ഹറാമാക്കാനും ഹറാമിനെ ഹലാലാക്കാനും ഒരു വിഭാഗം പണ്ഡിതന്മാർ ലോകത്തുണ്ടാകും വരെ ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കില്ല കേട്ടോ. അങ്ങനെ ഉണ്ടാകുന്ന പണ്ഡിതന്മാർ അവർ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചുള്ള വാദ് പറഞ്ഞു തരും, നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഫത്വ തരും. നിങ്ങൾക്ക് ഹലാലാക്കണമെങ്കിൽ ഹലാലാക്കി തരും, ഹറാമാണെങ്കിൽ ഹറാമാക്കി തരും. ഏത് വേണമെന്ന് ചോദിച്ചാൽ മതി. അയാൾക്ക് എന്തെങ്കിലും കൈമടക്ക് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള പണ്ഡിതന്മാരുണ്ട്. ഈ ഫാന് മലക്കിന് വേണ്ടിയിട്ട് വെച്ചിട്ട് പോയതാണ്, മലക്കുകൾക്ക് വേണ്ടിയിട്ട് വെച്ചാണ്. ഒരു ഇൻസ് ഇവിടെ ഇരിപ്പുണ്ട്, ഒന്നിലിട്ട് ചെറുതാക്കി. അപ്പം മൈക്ക് കുഴപ്പമില്ലായിരിക്കട്ടെ, മൈക്കിൽ അടിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വെച്ചത്. ഇച്ചിരി ഈ സ്പീഡ് കുറഞ്ഞ ഫാനായിരുന്നേ കുഴപ്പമില്ല. അല്ലെങ്കിൽ താഴെ വെക്കുക, അബീവേ താഴെ വെച്ച പൊക്കമൊന്നും വേണ്ട, എനിക്ക് ചെറുതായിട്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അത് ഒരു ചെറിയ ചൂട് കിട്ടിയാൽ മതി.
കുഴപ്പമില്ല, അത് മതി. അല്ലാഹുവേ, അപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം ഇൽമില്ല എങ്കിൽ നമ്മൾ ശരീഅത്തിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് ഇൽമ ആവശ്യമാണ്. ഇൽമ ആവശ്യത്തിന് ഇതേപോലുള്ള വഅദ് വേണം. ഇതിപ്പോൾ എത്രയോ ചെലവ് ചെയ്ത് നമ്മുടെ ഈ പാവപ്പെട്ട കുറേ ചെറുപ്പക്കാർ, ഇന്നത്തെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ എല്ലാം പഴച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഇവരെ പിടിച്ചു നിർത്തി ഇതുപോലുള്ള നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടം യുവാക്കൾ രംഗത്ത് വരുമ്പോൾ നമ്മൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്? പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്? എല്ലാം പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെടുകയാണ്. മാതാപിതാക്കൾക്ക് പോലും തന്നെ മക്കളെ കുറിച്ച് ഉത്തരവാദിത്തമില്ല. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത വാപ്പാമാർ എൻ്റെ മുന്നിലുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത വാപ്പാമാരൊന്ന് കൈപൊക്ക്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം തൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ മക്കളെ നന്നാക്കണേ പടച്ചവനെ, സ്വാലിഹാക്കണേ പടച്ചവനെ, അള്ളാഹു നിന്റെ പൊരുത്തത്തിലാക്കണേ പടച്ചവനെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത വാപ്പമാരുണ്ട്. കൈപൊക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 പേര്. ആരും ചെയ്തില്ല. ചെയ്യാത്ത തന്നെ മറന്നു പോകുന്നതുകൊണ്ട് അശ്രദ്ധ കൊണ്ടുപോകണം. എന്നിട്ട് മക്കൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി. നമ്മൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഇനി രണ്ടാമത് കൈപൊക്കാൻ പറയത്തില്ല, എന്നറിയോ? ആരും പൊക്കൂല. എൻ്റെ മകൻ ഈമാനോട് ജീവിച്ച് ഈമാനോട് മരിക്കണമല്ല എന്ന് പറഞ്ഞ് ദുആ ചെയ്തവരാണോ? പടച്ചവനെ, ദുബായിക്ക് പോയിട്ട് ജോലിയൊന്നും ആയില്ല, അല്ല എങ്ങനെയെങ്കിലും നീ ഒരു ജോലിയാക്കി കൊടുക്കണം. വീട് വെച്ചിട്ടില്ല, പടച്ചവനെ വീടാക്കണം. ഒരു പെണ്ണ് കെട്ടിട്ടില്ല, ഒരു പെണ്ണിനെ കെട്ടണം. 5-6 പോയി നോക്കി, ഒന്നും ശരിയാവുന്നില്ല, ഒന്ന് കബൂലാക്കി കൊടുക്കണം. അല്ല ഒന്ന് റാഹത്ത്. ഒരു കട ഇട്ടിട്ടുണ്ട് പടച്ചവനെ, അതൊന്നും കച്ചവടമൊന്നും ആയിട്ടില്ല, കസ്റ്റമറിനെ കിട്ടുന്നില്ല, നീ അതൊന്ന് റാഹത്താക്കി കൊടുക്കണം. അല്ല ഈ ഉംറയ്ക്കും ഹജ്ജിനും ഒക്കെ പോകുമ്പോൾ ഈ ചെയ്യുന്ന മക്കൾ കൊണ്ടുള്ള ദുആയ, ആ ദുആ എവിടത്തേക്കാ? ദുനിയാവിൻ്റെ കാര്യം, ആഖിറത്തിന്റെ കാര്യത്തിന് വേണ്ടി. എൻ്റെ മോനെ ഈമാനോടെ നീ മരിപ്പിച്ച് സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് ദുആ ചെയ്തവരുണ്ടോ? ഒന്ന് കൈവക്കാം. അവർ മാത്രമേ വെക്കാവൂ. 4 പേര്. എല്ലാവർക്കും അല്ലാഹ് കൊടുക്കട്ടെ. അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയല്ലേ? മക്കൾക്ക് വേണ്ടി ഉസ്താദ് ദുആർക്കാൻ പറഞ്ഞു, അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? അപ്പൊ ഭൂരിപക്ഷവും ആളുകൾ എന്താണെന്നറിയോ? ആഗ്രഹം എന്താ? ദുനിയാവ്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ചിന്തിക്കണം, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞാണ്. കുറ്റം പറയല്ല കേട്ടോ, ആരെയും കുറ്റം പറയില്ല. എല്ലാവർക്കും അല്ലാഹു നല്ല കൂലിയും നല്ല ആരോഗ്യവും നല്ല സമ്പത്തും ബർക്കത്തും ഒക്കെ അല്ലാഹ് തരട്ടെ. നമുക്ക് ദ്വാരക്കാം. നല്ല രാവാണ്. ഞാൻ കുറ്റം പറയല്ല, ഞാൻ ചിന്തിക്കാൻ പറഞ്ഞ സംഭവം ശരിയല്ലേ? ആദ്യം 10 16 17 പേര് കൈവക്കി, രണ്ടാമത് പറഞ്ഞപ്പോൾ 4 പേരെ വെക്കി. ശരിയല്ലേ ഉസ്താദ്? നിങ്ങൾ സാക്ഷിയല്ലേ? അല്ലെങ്കിൽ പിന്നെ ഞാൻ ചുമ്മാ തള്ളിയെന്ന് പറയും. അതിനാണ് നിങ്ങളെ ഒരാളെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. എന്താ ഇപ്പൊ നമ്മുടെ ലക്ഷ്യം? ദുനിയാവ് അല്ലേ? ദുനിയാവിന്റെ കാര്യം നടക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ദുനിയാവ് ചോദിച്ചാൽ നിങ്ങൾക്ക് ദുനിയാവ് അല്ലാഹു തരും കേട്ടോ. ആഖിറം ചോദിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് ആഖിറം തരും കേട്ടോ. എന്നാൽ ദുനിയാവും ആഖിറവും മിങ്കിളാക്കി ചോദിച്ചാൽ ഇത് രണ്ടും അല്ലാഹു നിങ്ങൾക്ക് തരും കേട്ടോ. അതിലൊരു കുറവും അല്ലാഹു വരുത്തുകയില്ല കേട്ടോ. فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ, ദുനിയാവിലും നന്മ നീ ഞങ്ങൾക്ക് നൽകണേ, ആഖിറത്തിലും അതേപോലെ നന്മ നൽകി ഞങ്ങളെ നീ സ്വീകരിക്കണേ. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി എക്സ്ട്രാ നമ്മൾ ചോദിക്കുകയാണ്. വഖിനാ അദാബന്നാർ. നാളെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ അല്ലാ. ആരാണോ അങ്ങനെ ദുആ ചെയ്യുന്നത്, ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ. അവർ വന്നതുകൊണ്ടും അവർ അറഫയിൽ നിന്നതുകൊണ്ടും അവർ പ്രയത്നിച്ചതുകൊണ്ടും അവരുടെ ദുആ കൊണ്ടും അവർ ചോദിച്ചത് കരസ്ഥമാക്കി. അവർ കഷ്ടപ്പെട്ടതിൻ്റെ പ്രതിഫലം അവർ സ്വന്തമാക്കി. ഖുർആൻ
രണ്ടും അള്ളാഹു കൊടുത്തു. ചിലര് ദുനിയാവ് ചോദിക്കുള്ളൂ, ദുനിയാവ് കൊടുക്കും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഹാബാക്കളോട് പറയുകയാ, ഹിജ്റാക്ക് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കോ. അവിടെ ഒരു കാമുകനും കാമുകയുണ്ടായിരുന്നു. ഭയങ്കര പ്രണയമാണ്, കൈവിട്ട പ്രണയം, ഒരു രക്ഷയുമില്ല. അവൾ അവനോട് വിളിച്ചു പറഞ്ഞു, പ്രവാചകൻ എല്ലാവരോടും ഹിജ്റയ്ക്ക് പോകാൻ പറഞ്ഞിരിക്കുകയാ, അതുകൊണ്ട് ഞാനും ഞങ്ങളുടെ വാപ്പായും ഉമ്മായും ഒക്കെ പോവുകയാ, നീയും ഞങ്ങളുടെ കൂട്ടത്തിൽ വരണേ, മദീനയിൽ പോയി പെണ്ണ് കെട്ടാം. അങ്ങനല്ലയോ ഇവിടുന്ന്? അങ്ങനെയല്ല നമ്മളിവിടുന്ന് കാമുകന്മാർ ഇവളെല്ലാം അറിയിച്ചു കൊടുക്കും രഹസ്യമായിട്ട്. നാളെ ഞങ്ങളൊക്കെ ദുബായിക്ക് പോവാം, നീ ഒരു വിസിറ്റിംഗ് വിസ എടുത്തിട്ട് അങ്ങനെ പറഞ്ഞ, പ്ലീസ് ചേട്ടാ എൻ്റെ ചക്കര എല്ലോടെ കഷ്ടമല്ലോട്, നീ എന്നെ വിട്ടിട്ട് പോയല്ലോട്, നീ എന്നെ കൂടെ പോകാം, ഞാൻ വേണമെങ്കിൽ വിസയുടെ പൈസ ഒക്കെ തരാം, ഗൂഗിൾ പേ തന്നാൽ മതി, അടിച്ചു കൊടുക്കാം. അങ്ങനെയാണ് ഈ പ്രേമം മൂത്ത പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് മൂത്ത് കഴിഞ്ഞാൽ വലിയൊരു സാധനമായിട്ട് മാറി. ലൈവ് ഇരിക്കുന്നുണ്ട് പറയാൻ പറ്റൂല, അല്ലെ ഞാൻ പറഞ്ഞു തന്നേരം. ലൈവൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇച്ചിരി പിടിച്ചൊക്കെ സംസാരിക്കില്ല. എന്തിനാ വെറുതെ ഇട്ട് ഇത്രയും പേടിച്ചിട്ടൊന്നല്ല, ചുമ്മാ നബി തങ്ങളുടെ അതിലിട്ട് അലക്കണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞറിയുണ്ടോ? അന്നും പ്രണയത്തിന്റെ പേര് ഹിജ്റ. ഇന്ന് ഹിജ്റ അല്ലേ? ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നാട് വിട്ട് യാത്ര. ഇന്ന് എത്ര എണ്ണം ഒളിച്ചോടുന്നു? അതാ ഒളിച്ചോട്. അത് പിന്നെ ഒളിച്ചല്ല ഓടിയത്, അത് അവിടെ നിന്നിട്ട് ആ ദാറുൽ കുഫറിൽ നിന്ന് ദാറുൽ ഇസ്ലാമിലേക്ക് തന്നെ പോവാണ്. ഇന്നത്തെ ഈ ഹിജ്റ എന്ന് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറഞ്ഞാൽ മൻ ഹജറ മിനൽ ഹറാമി ഇലൽ ഹലാൽ, ഹറാം വിട്ട് ഹലാലിലേക്ക് ഹിജ്റ പോവാ, അതാണ് ഹിജ്റ ഇന്നത്തെ സാഹചര്യത്തിൽ. അല്ല നമ്മളിവിടുന്ന് ഇപ്പം പാണ്ടക്കെട്ടും തൂക്കിക്കൊണ്ട് എങ്ങോട്ട് ഓടാനാണ്? ഹലാലായ കാര്യങ്ങളിലേക്ക് ഹറാമിൽ നിന്ന് ഹിജ്റ പോവാ, അതാണ് ഏറ്റവും വലിയ ഹിജ്റ. ഹറാമിൽ നിന്ന് ഹലാലിലേക്ക് പറ്റുമോ? ആർക്കെങ്കിലും ഹിജ്റ പോകാൻ പറ്റുമോ? ധൈര്യമുണ്ടോ ഈ ഹിജ്റ ചെയ്യാൻ? എന്നെ കൊണ്ട് പറ്റൂല, നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഹറാമിൽ നിന്ന് ഹലാലിലേക്ക് പോകാൻ പറ്റുമോ ഹിജ്റ? അതാണ് ഒറിജിനൽ ഹിജ്റ. പറ്റുമോ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ആ പെണ്ണ് പറഞ്ഞത് ആരോ നബി തങ്ങളുടെ ചെവിയിലെത്തിച്ചു. അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിൽ കയറി നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, സ്വഹാബാക്കളെ, ആരെങ്കിലും അല്ലാഹുവിനും അവന്റെ റസൂലിനെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഹിജ്റ ചെയ്താൽ തീർച്ചയായും അവർക്ക് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും കരസ്ഥമാക്കാം. ഫമൻ കാനത് ഹിജ്റതുഹു ഇലദ്ദുനിയാ, ഇനി മക്കയിൽ നിന്ന് മദീനയിൽ പോയി കച്ചവടം ചെയ്ത് നമുക്ക് അവിടെ ജീവിക്കാം എന്ന് ദുനിയാവ് ലക്ഷ്യമിട്ട് ആരെങ്കിലും ഹിജ്റ ചെയ്താൽ യുസീബുഹാ, അവർക്കവിടെ വലിയ മുതലാളിയായി മാറാൻ കേട്ടോ. മറിച്ച് ഫമൻ കാനത് ഹിജ്റതുഹു ഇലംറഅത്തിൻ, ആരെങ്കിലും ഒരാൾ ഒരു പെണ്ണിനെ പ്രണയിച്ചിട്ട് ആ മദീനയിലേക്ക് അവള് പോകുമ്പോ അവളുടെ പിന്നാലെ ഹിജ്റ പോകുന്ന പോലെ പോയിട്ട് അവളെ പ്രണയിച്ച് കല്യാണം കഴിക്കാനാണ് ലക്ഷ്യമിട്ട് പോകുന്നതെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ ഉദ്ദേശിച്ചതുപോലെ യതസവ്വജുഹാ ഔ യുൻകിഹുഹാ, ആ പെണ്ണിനെ അവൻ കല്യാണം കഴിക്കും കേട്ടോ. പക്ഷേ അല്ലാഹുവിനെയോ അവന്റെ റസൂലിനെയോ അവർക്ക് ലഭിക്കില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, മനുഷ്യൻ എന്താണോ അവൻ നിയ്യത്ത് വെച്ച് കരുതിയത് അത് മാത്രമേ അവന് ലഭിക്കുകയുള്ളൂ കേട്ടോ. അതിനപ്പുറം ഒന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുക പോലും വേണ്ട. പെണ്ണിനെ ലക്ഷ്യമിട്ട് ഹിജ്റ ചെയ്തവന് പെണ്ണ് കിട്ടും, കച്ചവടം ലക്ഷ്യമിട്ട് ഹിജ്റ ചെയ്തവന് കച്ചവടം കിട്ടും. അല്ലാഹുവിനെ വേണം റസൂലിനെ വേണം എന്ന് നിയ്യത്ത് ചെയ്ത് ഹിജ്റ ചെയ്തവൻ ആരാണോ അവർക്ക് അല്ലാഹുവിനെ ലഭിക്കും, ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ലഭിക്കും കേട്ടോ. നബീന റസൂലുള്ളാഹി. നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മൾ ഈ വാള് വന്നതിന്റെ ലക്ഷ്യം എന്താ? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വാളിന് വന്നത്? ഇപിയെ കാണാനാണോ അല്ലെ കുറച്ച് ഇൽമു കേൾക്കാനാണോ? നമ്മൾ ചിന്തിക്കണം. നമ്മൾ മുണ്ട കൊടുത്ത് നടക്കുന്ന പറഞ്ഞാൽ പോലും ഒരു മനസ്സിലാവില്ല. ഫാൻസ് ഫാൻസ് ഇപി ഫാൻസ് അങ്ങനെ കുറെ
ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ നമ്മുടെ പേരുകൾ ഫാൻസും കൂൺസും ഒക്കെ ഉണ്ടാക്കിയിട്ട് നാളെ ആഖിറത്തിൽ പോയിട്ട് ഇയാൾ ഇപിയുടെ ഫാനല്ലേ അയ്യടുത്ത് പോയി ചോദിച്ചിട്ട് പറയുമ്പം നമ്മുടെ ഗതികേട് കൊണ്ട് നമ്മളവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പഠിച്ചോ നമ്മളെങ്ങനെ രക്ഷപ്പെടുത്തുക അല്ലാതെ നമ്മുടെ അടുത്തങ്ങന്മാരില്ല ആരും റബ്ബേ നാളെ ആഖിറത്തിൽ വന്നിട്ട് നമ്മളാരും ഫാൻസും നിക്കറും വേണ്ട, നമുക്ക് ആ പരിപാടിയില്ല. എല്ലാവരുടെ വാഴും നമ്മൾ കേൾക്കണം, ഏത് സംഘടനയുടെ വാഴും നമ്മൾ കേൾക്കണം. ഇൽമാണ് പറയുന്നെങ്കിൽ കേൾക്കണം. ഞാൻ പറഞ്ഞ അതാണ്. അതിൽ നിങ്ങൾ فبشر عبادي الذين يستمعون القول فيتبعون أحسنا أولئك الذين هداهم الله وأولئك هم المفلحون. നബിയേ ചില ദാസന്മാർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. അവർ നല്ലത് കേട്ടിട്ട് നല്ലത് തെരഞ്ഞെടുത്തവരാണ് കേട്ടോ. അവരാണ് ഹിദായത്ത് പ്രാപിച്ചവർ, അവരാണ് വിജയം വരിച്ചവർ. എല്ലാവരുടെ വാത് കേൾക്കണം. എന്നിട്ട് നമുക്ക് അള്ള ബുദ്ധി തന്നിട്ടുണ്ടല്ലോ, നല്ലതെന്നുണ്ടെങ്കിൽ കേൾക്കും, കൊള്ളാത്തതെന്ന് മാറ്റിവെക്കും. കളിയാക്കാൻ പോണ്ട. ഖുർആന്റെ വാക്കല്ലേ ഇത്? ഞാൻ ഖുർആൻ ഓതിട്ടല്ലേ ഇങ്ങടുത്ത് പറയുന്നത്. അല്ല അയാൾക്ക് വേണ്ടി പ്രത്യേക ഫാന്, ഇയാൾക്ക് വേണ്ടി പ്രത്യേക ഫാന്, ആ പരിപാടി ഇസ്ലാമിലില്ല. ഇത് ജാഹിലികൾ ഉണ്ടാക്കിയതാണ്. ഇത് മുശ്രിക്കുകൾ ജൂതന്മാർ കൊണ്ടുവന്നതാണ്. ജൂതന്മാരുടെ ശൈലിയാണ്. ജൂതന്മാരെ മനസ്സിലാക്കി വർഷങ്ങൾക്ക് മുമ്പ് ഈ മുസ്ലിം സമുദായത്തെ യുദ്ധം ചെയ്ത് നശിപ്പിച്ച് കൊന്നുകളയാൻ പറ്റൂല. മുസ്ലിം സമുദായത്തെ നശിപ്പിക്കണമെങ്കിൽ ആദർശപരമായി അവരെ നശിപ്പിക്കണം. ആദർശപരമായി അവർ നശിച്ചെങ്കിൽ മാത്രമേ ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ തകർക്കാൻ കഴിയുള്ളൂ. അല്ലാതെ കുറെ എണ്ണത്തെ കൊന്നുകളഞ്ഞിട്ടൊന്നും കാര്യമില്ല. കൊല്ലാനും ചാവാനും അവർ തയ്യാറാണ്. തീയിലിട്ടാലും അവർ വെന്തുരുക്കാൻ തയ്യാറാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവരുടെ ഖൽബിന്റെ ഉള്ളിലുള്ള ചിന്ത അവർ മാറ്റാൻ തയ്യാറാവൂല. നമുക്ക് വേണ്ടത്, ജൂതന്മാര് തീരുമാനമെടുത്തു, നമുക്ക് വേണ്ടത് എന്താണ്? ഇവന്റെ ആദർശത്തിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ആരുമില്ല എന്ന ചിന്ത മാറ്റിയെടുത്തിട്ട് ഞാൻ ഇന്നവന്റെ ആരാധ്യനാണ്, ഞാൻ ഇന്നവന്റെ ആരാധകനാണ്, ഞാൻ ഇന്നവന്റെ ഫാനാണ് എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തെ കൊണ്ടുവരണം. ജൂതന്മാര് വർഷങ്ങൾക്ക് മുമ്പെടുത്ത പണിയാണ്. അൽഹംദുലില്ലാ, അതിപ്പോ യാഥാർത്ഥ്യായില്ലേ? ജൂതന്മാർ അന്നെടുത്ത പണിയാണ്. മുസ്ലിം സമുദായം ഇപ്പൊ നമ്മളെ ആരെങ്കിലും കൊല്ലാതെ നമ്മള് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊന്നോടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ആരുമില്ല, ഉറപ്പാണ്, നീ കൊന്നോ. വഇൻ ഉദ്ദിബ്ത ഔ ഹുർരിഖ്ത, നിന്നെ കൊന്നാലും വേദനിപ്പിച്ചാലും അല്ലാഹു അല്ലാതെ ആരാധ്യൻ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അങ്ങനെ മരിക്കാൻ ഞാൻ തയ്യാറാണ്. അവർക്കാണ് നാളെ ആഖിറത്തിൽ ഗുണം. പക്ഷേ ഈ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സ്ഥാനത്ത്, ആരാധനക്കർഹൻ അല്ലാഹു എന്ന് പറയുന്ന സ്ഥാനത്ത് എന്റെ ആരാധ്യൻ മെസ്സി, എന്റെ ആരാധ്യൻ എംബാപ്പെ, എന്റെ ആരാധ്യൻ നെയ്മർ, എന്റെ ആരാധ്യൻ റൊണാൾഡോ, ആ അവസ്ഥയിലേക്ക് ഖൗമ് മാറിയില്ലേ? ഫാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവന്റെ ആരാധകനാണ് ഞാനെന്നല്ലേ എന്റെ അർത്ഥം. ഫാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആനിൽ ഫാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നശിച്ചവൻ എന്ന അർത്ഥം. ദുനിയാവിൽ ഇവിടെ വെച്ച് ഇംഗ്ലീഷിൽ ഫാനാക്കി നമ്മൾ മനസ്സിലാക്കണം. ഈ ഫാൻ, ഞാൻ ഇന്നാളിന്റെ ഫാനാണ്, ഇന്നാളിന്റെ ഫാനാണ്, ഇന്നാളിന്റെ ഫാനാണ്. അങ്ങനെ ഒരു ഫാനില്ല ലോകത്ത്. അങ്ങനെ ഒരു വാക്ക് നമ്മുടെ നാവിൽ വന്നാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വാക്കാണത്. ഞാൻ മെസ്സിയുടെ ഫാനാണെന്ന് പറയാൻ, ഞാൻ ഒരുപാട് സ്ഥലത്ത് വാതിന് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോകുമ്പോൾ കൊച്ചു കുട്ടികളെ തലക്കൊന്ന് പിടിച്ചൊന്ന് ഊതി ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ ഞാൻ ചോദിക്കടാ, നീ ആരുടെ ഫാനാ? ചുമ്മാ ചോദിക്കുകയാണ്. ഞാൻ മെസ്സി ഉസ്താദ്. അങ്ങനെയുണ്ട്. കൊച്ചുകുട്ടി പറയാണ്, 10 വയസ്സ്. ആരുടെ ഫാൻ? ആ കുട്ടി പറയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ നമ്മുടെ കുട്ടി ധരിക്കുന്ന ജേഴ്സി, ആ തുണി, ആ ടീഷർട്ട്, മെസ്സി നമ്പർ 10. ഇതിട്ടിട്ടല്ലേ പള്ളിക്ക് വരുന്നത്, ഇതിട്ടിട്ടല്ലേ മദ്രസയ്ക്ക് വരുന്നത്, ഇതിട്ടിട്ടല്ലേ ജുമാക്ക് പോണത്, ഇതിട്ടിട്ടല്ലേ വാതിന് വരുന്നത്. ആരെ പിൻപറ്റി? ഹദീദ് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ വെറുതെ അല്ല, ഹദീദ് കേട്ടോ, നിങ്ങൾ കേട്ടോ. ഞാൻ ഹദീദ് പോയി പറഞ്ഞുതരാം. കുടുംബവും ഗോത്രമൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക ആൾക്കാർ. ഇപ്പൊ കുടുംബവും ഗോത്രം കേട്ടിട്ട് എന്ത് കിട്ടാൻ? കുടുംബം വേണമെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ പറഞ്ഞുതരാം. അതൊന്നും ഒരു വിഷയമുള്ളതല്ല. കുടുംബം അല്ല വലുത്, ഇതല്ലേ കേൾക്കണ്ടേ? എന്തേ കുടുംബം പറയണോ? നമുക്ക് മനസ്സിലാക്കാത്തതുണ്ട് നമ്മുടെ കൗമ് പോകുന്ന പോക്ക്. എന്തുകൊണ്ട് ഇവിടെ ആള് കുറഞ്ഞു?
എന്തുകൊണ്ട് ഇവിടെ എന്നല്ല, വഅലിന്റെ സദസ്സ് ഈ ഉമ്മത്തിന് ഇഷ്ടമില്ലാതായത് എന്ത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് വഅലിന്റെ സദസ്സ് ഇൽമു കേൾക്കാൻ താല്പര്യമില്ലാത്തത് എന്താണ്? എന്തുകൊണ്ട് ഇൽമു കേൾക്കാൻ എൻ്റെ ഖൗമിന് വേണ്ട, താല്പര്യമില്ല? അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ സെലക്ട് ചെയ്ത് അവരുടെ വാത് കേൾക്കാൻ വേണ്ടി വരും. അങ്ങനെ ചില ആളുകളുണ്ട്, സംഘാടകർ. അതിനും ആയത്തുണ്ട്, അതീതുണ്ട്, അതിനുണ്ട് അതീത്. ട്യൂണും ഈണവും നോക്കിയിട്ട് വാത് കേൾക്കാൻ വരികയും ഇമാമിനെ അങ്ങനെ കമ്മിറ്റിക്കാർ പള്ളിയിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓതണോ? ആദ്യം ഞാൻ ഓതണോ? കമ്മിറ്റിക്കാർക്ക് അതാണ് ആവശ്യം. കമ്മിറ്റിക്കാർക്ക് വേണം ജുമാക്കുന്ന ഒരാളെ സെലക്ട് ചെയ്യാൻ കൊണ്ടുവന്നു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി. ഫാത്തിഹ അറിയാത്ത പ്രസിഡന്റാ, എന്തോ പച്ചജാതി ഫാത്തിഹ അയാളെടുത്താൽ മതി. അവന്റെ ജീവിതത്തിൽ ഈ ഫാത്തിഹയുടെ അർത്ഥം ഹത്തീമിനറിയില്ല. സംഭവം ഹത്തീമിനറിയില്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ചില ആളുകൾ പ്രഭാഷണം നടത്തുമൊക്കെ നമ്മൾ ആരെയും കുറ്റം പറയല്ല, നമ്മൾ അതിനുള്ള അർഹതയില്ല. വിനീതമായി എൻ്റെ ഒരു അപേക്ഷയാണ്, വിനീതമായി. ഞാനും ഈ വെളിവില്ലാത്ത സാധനം പ്രസംഗിച്ചു നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ പാവപ്പെട്ട ഈ ഇരിക്കുന്ന ആളുകൾ ഈ രാത്രി ഉറക്കം ഒഴിച്ച് അവരുടെ ജോലിയും കളഞ്ഞിട്ട് ഒരു ഉസ്താദ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഈ പാവപ്പെട്ട ജനങ്ങൾ എന്തെങ്കിലും ഒരു ഇൽമു കിട്ടട്ടെ എന്നുള്ള നിയത്തിലാണ്. ചങ്ങാതിമാരുടെ ബാലെന്ന് പറഞ്ഞ എൻ്റെ പൊന്ന ഹബീബേ, ഒരു മൊയ്ലിയാർ പ്രസംഗിയാണ്. ഫാത്തിമാ ബീവിയുടെ മയ്യത്ത് നബിതങ്ങൾ എടുത്ത് ഖബറിലേക്ക് വെക്കുമ്പോ കണ്ണിൽ നിന്ന് ധാരധാരയായി. നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തെന്നറിയോ? നമുക്ക് ഫാത്തിമ ബീവിയാണോ ആദ്യം മരിച്ചത്, നബിയാണോ ആദ്യം മരിച്ചതെന്നുള്ളത് നമുക്ക് ബോധമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്ന് എൻ്റെ പറഞ്ഞ എന്താന്ന് മനസ്സിലാവാത്തത്. നബിതങ്ങളാണോ ആദ്യം വഫാത്തായത്, ഫാത്തിമ ബീവിയാണോ ആദ്യം വഫാത്തായത്, നമുക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഉസ്താദ് ഈ പറഞ്ഞത്. എന്താ കുഴപ്പം? ഫാത്തിമ ബീവിയുടെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചപ്പോൾ നബിതങ്ങൾ കരഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം ഉസ്താദ്? നല്ലതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. ആലിമീങ്ങൾ അതേ മനസ്സിലാക്കാൻ പറ്റുമോ? ഫാത്തിമ ബീവി വഫാത്താവുന്നതിന് 6 മാസം മുമ്പേ നബിതങ്ങൾ വഫാത്തായി. പ്രഭാഷകന്റെ പ്രഭാഷണം എങ്ങനെയാണ്? ഫാത്തിമ ബീവിയുടെ മയ്യത്തെടുത്ത് ഖബറിലേക്ക്. ഇപ്പൊ ചിരിക്കുന്നുണ്ടേ? ഇപ്പൊ സംഭവം മനസ്സിലായ? ഫാത്തിമ ബീവിയുടെ മയ്യത്തെടുത്ത് ഖബറിലേക്ക്. പാവപ്പെട്ട ഈ പൊട്ടന്മാര് കഷ്ടല്ലേ? ഈ 10-12 വർഷമൊക്കെ നമ്മൾ ഇൽമു പഠിച്ചിട്ട് എത്രയോ സഹിയായത്, എത്രയോ റാഹത്തായ ഹദീസ്, ഒരു സംശയമില്ലാത്ത കിതാബുകളുണ്ട്. അതും ഒന്ന് നോക്കി ഈ പാവപ്പെട്ടവർക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഈ പാതിരാത്രി വന്നിരിക്കുന്ന ഈ സാധുക്കളായ ജനങ്ങൾക്ക് ഈ ഇല്ലാത്ത കള്ളത്തരം പൊള്ളത്തരങ്ങളും ഈ മൗലൂആത്തുകളും ഈ രസത്തിന് വേണ്ടി സുഖിപ്പിക്കാൻ വേണ്ടി എന്തിനു പറയണം? ആർക്ക് കേൾക്കാൻ? ഇത് ഇവർക്ക് പ്രശ്നമില്ല. നാളെ ഈ സാധുക്കളായ ഉമ്മത്ത് നേരെ കയറിപ്പോവും. ഈ ബടബട അടിച്ചുവിട്ട മൊയ്ലിയാറുണ്ടല്ലോ, എന്താണ് നീ പറഞ്ഞാരാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ മേൽ ആരെങ്കിലും ഒരു കളവ് കെട്ടിച്ചമച്ചാൽ അവന്റെ സങ്കേതം നാളെ നരകമാണെന്ന കാര്യം മറന്നു പോകണ്ട കേട്ടോ. മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ കമാ ഖാല ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മേൽ ഞാൻ പറയാത്ത ഒരു കള്ളത്തരം അത് നബിയാണ് പറഞ്ഞതെന്ന് ഹദീസായിട്ട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ സങ്കേതം നാളെ താവളം നരകമാണെന്ന് ഹബീബായ മുത്തു റസൂലുള്ളാഹ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഖിയാമത്ത് നാളിന്റെ അടയാളവുമായി ബന്ധപ്പെടുത്തി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു കാലഘട്ടത്തിൽ കുറെ ആലിമീങ്ങൾ ഉണ്ടാകും കേട്ടോ. നശഉൻ യകൂനൂന ബഅദി, എനിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു വിഭാഗമാണ്. യത്തഖിദൂനൽ ഖുർആന മസാബീറാ, പരിശുദ്ധമായ ഖുർആൻ അവർ ഇമ്പത്തിലും ഈണത്തിലും പാട്ടുപോലെ പാരായണം ചെയ്യുന്നവരായിരിക്കും. ലാ യുഖദ്ദമൂൻ, പക്ഷേ ആ ജമാഅത്തിലെ ഭാരവാഹികൾ ആലിമീങ്ങളെ ഫഖീഹുകളെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയില്ല.
യത്തഖിദൂന ലിസ്സലവാത്തിൽ ഖംസി, അവർ 5 നേരം നമസ്കാരത്തിന് വേണ്ടി ഇവരെ അവരോധിക്കുകയാണ്. ബിസ്സൗതി, അവരുടെ ശബ്ദത്തിന്റെ വശീകരണത്താൽ. ശബ്ദം അടിപൊളി. ജുമാ കഴിഞ്ഞാണ്ട് ചോദിക്കൂലേ കമ്മിറ്റിക്കാരുടെ ആൾക്കാർ, അളിയ ഇന്നത്തെ ആളുകളുണ്ട്, സൂപ്പർ അടിപൊളി, അയാളെ സെലക്ട് ചെയ്യണം കേട്ടോ, അയാളെ സെലക്ട് ചെയ്തിട്ട് അയാളെ അങ്ങനെ ഇനി മാറ്റിയ കമ്മിറ്റി ഓഫീസിൽ അടിച്ച് പൊടിച്ച ദൂരങ്ങളെ പറഞ്ഞു. സംഭവം എന്താ, അടിച്ച് പൊളിച്ചങ്ങോട്ട് 2 കീച്ചങ്ങോട്ട് കീച്ചി. അവർക്ക് ഫിഖ് ഇല്ല, ഇൽമില്ല, പക്ഷെ അതൊന്നും അവിടെ പ്രശ്നമല്ല. നല്ല സ്വരമാധുര്യത്തോടെ പ്രസംഗിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്തു. അങ്ങനെയുള്ളവരെ ഇമാമത്തിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാലം വരാതെ ലാ തഖൂമുസ്സാ, ലോകമസ്തമിക്കില്ല സഹാബ.